അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം നാളെ ആരംഭിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് അദ്ദേഹം സൗദി അറേബ്യയിലെ റിയാദിൽ ഇറങ്ങുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ് ഉദ്ദേശം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില രഹസ്യമായിരിക്കുന്ന അജണ്ടകൾ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് അബ്രഹാം കരാർ പൊടി തട്ടിയെടുക്കുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നു. അത് ഏറെക്കുറെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചർച്ചകൾ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവുമായിട്ടാണ് ആദ്യത്തെ സന്ദർശനവും ചർച്ചയും ഉണ്ടാവുക. ഇതിൽ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കും, പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ രഹസ്യ ചർച്ചയായിട്ട് നിലനിൽക്കുകയും ചെയ്തു. പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളും ചില സംസാരങ്ങളും ഇതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വാതന്ത്ര്യമല്ലാത്ത മറ്റൊരു പരിഹാരവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നതിനാൽ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു സംസാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയും വിലയിരുത്തുന്നു. പ്രഖ്യാപനമല്ലെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. സൗദിയുടെ സന്ദർശനം കഴിഞ്ഞാൽ ഖത്തറും UAEയും സന്ദർശിക്കാനുള്ള തീരുമാനം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്ന വിവരം പുറത്തു വന്നു. ഇതോടുകൂടി ചില അജണ്ടകളും ചില രഹസ്യ സ്വഭാവങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അമേരിക്കയിൽ അധികാരത്തിലേറിയ ശേഷം രണ്ടാമത്തെ തവണയാണ് സൗദി അറേബ്യ സന്ദർശിക്കുന്നത്. അധികാരത്തിലേറിയ ഉടനെ തന്നെ ആദ്യം സന്ദർശിച്ച രാജ്യവും സൗദി അറേബ്യയാണ്. വ്യവസായ സംബന്ധമായിരിക്കുന്ന ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്തും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പ്രാധാന്യത്തോടു കൂടി തന്നെ രഹസ്യമായിട്ടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പിന്നീട് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. ഈ സന്ദർശനത്തോടനുബന്ധിച്ച് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ, ലെബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. ഈ മേഖലയിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന അരക്ഷിതാവസ്ഥയും വിഷയങ്ങളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിരിക്കുന്ന പ്രതിസന്ധികൾ, കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങൾ ഇതെല്ലാം ഊന്നിയിരിക്കുന്ന ചർച്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയമായിരിക്കുന്ന ചർച്ച വളരെ പ്രാധാന്യത്തോടു കൂടി നടത്താൻ സാധ്യതയുണ്ട്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയങ്ങൾ പ്രസിഡന്റ് ജോസഫ് ഔൻ ട്രംപിനോട് നേരിട്ട് തന്നെ പറയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് നിരന്തരം ആക്രമിക്കുന്നതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നിയന്ത്രണം വേണം എന്ന് അദ്ദേഹം പറയാനുള്ള സാധ്യതകൾ പറയുന്നു. സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഹമ്മദ് അൽ ഷറ സമാനമായിരിക്കുന്ന നിലപാട് ഇസ്രായേലിനെതിരെ പരാതിയായിട്ട് ഉന്നയിക്കാനുള്ള കാര്യങ്ങളും വിലയിരുത്തുന്നു. അതിൻ്റെ കാര്യം അവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറി രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിക്കുന്ന തരത്തിൽ, അത് യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ആയുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ കുറച്ചു കാലമായി സിറിയ തുടരുകയാണ്. ഇതിന് നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളതാണ് അവരുടെ പരാതി. ഈ പരാതി പറയാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. മഹ്മൂദ് അബ്ബാസ്, ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന മഹ്മൂദ് അബ്ബാസ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബാങ്കുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുന്നു, IDF നടത്തുന്നു. വലിയ അറസ്റ്റ് ഉണ്ടാവുന്നു, വെടിവെപ്പ് ഉണ്ടാകുന്നു. അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകളും ഫലസ്തീനികളെ കൂട്ടത്തോടുകൂടി കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ ജൂതന്മാരെ അധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, വീട് കയ്യേറുക, വീട് പിടിച്ചെടുക്കുക, അവിടെ ആയുധം നൽകിക്കൊണ്ട് ജൂതന്മാരെ പ്രതിഷ്ഠിക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചു കാലമായി നിരന്തരം തുടർന്നു വരുന്നു. ഇതിന് എന്ത് ചെയ്യണം? നിയന്ത്രണം ഏർപ്പെടുത്തണം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകണം എന്നുള്ള ഒരു പരാതി ഫലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് മഹ്മൂദ് അബ്ബാസും പറയാൻ സാധ്യതയുണ്ട്. ഈ പറയപ്പെട്ട 3 രാജ്യങ്ങളും ഇസ്രായേലിനെതിരെയാണ് പരാതിയുള്ളത്. ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വിഷയത്തിൽ മാറി നിന്നുകൊണ്ട് ഗസയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്താനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. ചില നിർദ്ദേശങ്ങൾ സൗദി അറേബ്യ മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് പറയുന്നത്. കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുൻപിലാണ് ഇസ്രായേൽ ഉള്ളത്. കുറേ വെടിവെപ്പും കുറേ പ്രശ്നങ്ങളും കുറേ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ ആന്തരികപരമായ രീതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഊന്നിയ ചർച്ചയും പരിഹാരവുമാണ് വേണ്ടത്. അതല്ലാത്ത രീതിയിൽ ഇത് നിരന്തരം നീട്ടിക്കൊണ്ടുപോവുക, അതിനെ പ്രതിരോധിക്കുക, അങ്ങോട്ട് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ, അതിനപ്പുറം ഒരു കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട്
അമേരിക്കയ്ക്ക് വേണം എന്ന് സൗദി അറേബ്യ അമേരിക്കയോട് പറയാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യത്തിൽ ഒന്ന് ഇത് തന്നെയാണ്. അബ്രഹാം കരാർ പൊടി തട്ടി എടുത്തുകൊണ്ട് അത് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അത് ഈ യാത്രാ ലക്ഷ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് നിന്ന് പോയിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, യൂറോപ്പിലേക്കുള്ള റൂട്ടും ഈ യാത്രാ റൂട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 60-ലധികം വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവൃത്തികളും എല്ലാം അന്ന് കരാറായതാണ്. പിന്നീട് ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ചാണ് എല്ലാം തലകുത്തനെ വീണത്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ കരാർ വലിയ രീതിയിൽ പ്രതീക്ഷ അമേരിക്കക്കുണ്ടായിരുന്നു, ഇസ്രായേലിനുണ്ടായിരുന്നു. ഇസ്രായേലുമായിട്ട് അടുക്കാൻ വേണ്ടി മറ്റ് അറബ് രാജ്യങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ കരാർ വ്യവസ്ഥയാണ്. UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നത് ഈ കരാർ വ്യവസ്ഥ മാനിച്ചാണ്, അല്ലെങ്കിൽ പാലിച്ചാണ്. ഏറ്റവും ഒടുവിൽ കരാർ വ്യവസ്ഥ അംഗീകരിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അത് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തങ്ങളിത് അംഗീകരിക്കുന്നത് എന്ന് പിന്നീട് സൗദി അറേബ്യ പറയുകയും ചെയ്തു. അങ്ങനെ അകന്നു നിന്ന് വരുന്ന അറബ് രാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടും ഇതിനോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും യഥാർത്ഥത്തിൽ ഈ അബ്രഹാം കരാർ ഉപകരിച്ചു. അതിന് പിന്നാമ്പുറം പ്രവർത്തിച്ച അമേരിക്കയാണ് വർഷങ്ങളോടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ കരാർ വ്യവസ്ഥയായിരുന്നു. വലിയ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പണങ്ങൾ ഇറക്കിക്കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഇതിന് എതിര് നിന്നുകൊണ്ട് സംസാരിച്ച ഒരു പ്രശ്നം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാര്യം എന്ന് പറയുന്നത്, ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നേരെ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കരമാർഗം യാത്രാവഴികൾ വെട്ടിത്തെളിക്കുക എന്നുള്ളത് അബ്രഹാം കരാറിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഗസയുടെ മധ്യത്തിലൂടെയാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോവുക. അങ്ങനെ ഈ ഗസയുടെ മധ്യത്തിലൂടെ പോകുന്ന സമയത്തുള്ള വിഷയം എന്താണ്? ആ പ്രദേശം, ഗസ എന്ന് പറയുന്ന പ്രദേശം 2 ഭാഗമായിട്ട് തിരികുകയും അവിടെ 2 കൂട്ടർക്കും പരസ്പരം ബന്ധമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു അനൈക്യം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. ഇസ്രായേലിൻ്റെ ലക്ഷ്യം അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് വളരെ പ്രധാനമായ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ അന്ന് പലസ്തീൻ എടുത്തിരുന്നു. പിന്നീടാണ് അറബ് രാജ്യങ്ങളോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീടാണ് ഒക്ടോബർ 7-ാം തീയതിയിലുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഗസയെ 2ആക്കി മുറിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് 2 പ്രദേശമാണ്. ഒന്ന് വെസ്റ്റ് ബാങ്കാണ്, മറ്റൊന്ന് ഗസയാണ്. ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു ഫലസ്തീൻ സ്വതന്ത്രമായ രീതിയിൽ പോകാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 40 കിലോമീറ്ററോ അതിൽ കൂടുതലോ പ്രദേശം ഇസ്രായേലിൻ്റെതാണ്. അവരുടെ അനുവാദം വേണം. അതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ കഴിയണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആ വിഷയത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണങ്ങളും യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ചോദിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ കൃത്യമായ രീതിയിൽ മറുപടി അമേരിക്ക തന്നെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഭീതി പടർത്തുകയും വലിയ രീതിയിൽ പ്രയാസം അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഈ മേഖലയിൽ നിന്ന് പറയുന്നു. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതാണ്. അതിൻ്റെ കാര്യം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക റഷ്യയുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് വെടിനിർത്തൽ സംബന്ധമായിരിക്കുന്ന കരാർ വ്യവസ്ഥയെക്കുറിച്ചുള്ള സംസാരങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് ആരംഭിച്ചത്. 2 പ്രാവശ്യം നടത്തിയ ചർച്ചയിലും അമേരിക്കയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, റഷ്യയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഉക്രൈൻ്റെ പ്രതിനിധി ഇല്ലായിരുന്നു. അതിന് സമാനമായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണോ? ഗസ സംബന്ധമായിരിക്കുന്ന വിഷയം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് ഗസക്കാരുമായിട്ടും അതേപോലെ തന്നെ അമേരിക്കയും മറ്റ് അറബ് രാജ്യങ്ങളും
തമ്മിൽ സംസാരിച്ചു കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സന്ദർശനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അമേരിക്കൻ പ്രസിഡന്റുമാർ സന്ദർശിക്കാറുള്ളത് ഇസ്രായേലാണ്. ആദ്യം ഇസ്രായേൽ സന്ദർശിച്ചതിന് ശേഷമാണ് പല ഘട്ടങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ സന്ദർശിക്കാറുള്ളത്. അപൂർവമായ രീതിയിൽ അറബ് രാജ്യങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം ഇസ്രായേലിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്നത് അറബ് രാജ്യങ്ങൾ മാത്രമേ സന്ദർശിക്കുന്നുള്ളൂ, ഇസ്രായേലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാൽ ഒരുപാട് ദുരൂഹതകളുള്ള, ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു അജണ്ട നടപ്പിലാക്കാനോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപമുണ്ടാക്കാനോ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ രീതിയിൽ അബ്രഹാം കരാർ പൊടി തട്ടിയെടുക്കും എന്നുള്ളതാണ്. എന്നാൽ എത്ര കണ്ട് സൗദി അറേബ്യ ഇതിന് പിന്തുണ നൽകും എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്.